ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് കോഡിംഗ് ലോകം. പരമ്പരാഗതമായ രീതിയിൽ ജാങ്കോ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു. പുതിയ ടെക്നോളജി ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തിന് ഈ പഴഞ്ചൻ രീതി ഉപയോഗിക്കണം? ഇത്രയും റിസ്ക് എടുത്ത് ഇത്രയും കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഡാറ്റാബേസും ഒക്കെ നോക്കി പുതിയൊരു പോസ്റ്റ്ഗ്രെസ് അല്ലെങ്കിൽ MySQL ഇൻസ്റ്റാൾ ആക്കിയിട്ടില്ലെങ്കിൽ അതും ഇൻസ്റ്റാൾ ആക്കി, പൈത്തൺ ഇല്ലെങ്കിൽ പൈത്തൺ ഇൻസ്റ്റാൾ ആക്കി, വിർച്വൽ എൻവയോൺമെൻറ്റ് കൊണ്ടുവന്നു, അങ്ങനെ കുറേ കോൺഫിഗറേഷൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ജാങ്കോ റൺ ചെയ്യുന്ന രീതി നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് നിങ്ങളോട് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യേണ്ട, അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ജാങ്കോയിൽ വർക്ക് ചെയ്യേണ്ടതെന്ന് പറയാൻ കാരണം. പുതിയൊരു മെത്തേഡ് അല്ലെങ്കിൽ പുതിയൊരു അഡ്വാൻസ് ടെക്നോളജി ഡോക്കർ നമ്മുടെ മുമ്പിൽ ഉണ്ടാവുമ്പോൾ ഇത്രയും അലമ്പ് കേസ് പരിപാടി എന്തിനു ചെയ്യണം? സോ വി ആർ ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് ദ ന്യൂ മെത്തേഡ് ഓഫ് ജാങ്കോ ഇൻസ്റ്റാളേഷൻ യൂസിങ് ഡോക്കർ. സോ ഡോക്കർ എന്താണ്, അതെങ്ങനെ ചെയ്യണം, അത് വിൻഡോസിലും ഉബുണ്ടു ഏതൊരു സിസ്റ്റത്തിലും ഏതൊരു OSലായാലും എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലേക്ക് നേരെ കിടക്കാം. ഡോക്കർ എന്താണ് ഡോക്കർ? ഡോക്കർ ഈസ് എ സെറ്റ് ഓഫ് platform as a service products that use OS level virtualization. അതാണ് മെയിൻ വിർച്വലൈസേഷൻ. അതായത് ഒരു വിർച്വൽ മെഷീൻ, ഫോർ എക്സാമ്പിൾ VMware അല്ലെങ്കിൽ വിർച്വൽ ബോക്സ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ വിൻഡോസ് OSൽ ഉബുണ്ടു സിസ്റ്റം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും OS നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ടല്ലോ, അതൊരു വിർച്വൽ മെത്തേഡ് ഓഫ് OS റൺ ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ VMware അല്ലെങ്കിൽ വിർച്വൽ ബോക്സ് ഒക്കെ ഉപയോഗിച്ച് വിൻഡോസ് ആയിട്ടുള്ള ഒരു OSൽ ഉബുണ്ടു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വേറെ ഏതെങ്കിലും ഒരു OS കൂടെ നമുക്ക് റൺ ചെയ്യണം. അപ്പോൾ അതൊരു വിർച്വലായിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആണ്. അപ്പോൾ ആ ഒരു സെയിം മെത്തേഡാണ് ഈ ഡോക്കറും ഉപയോഗിക്കുന്നത്. OS ലെവലിൽ വിർച്വലൈസേഷൻ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ, ഒരു സെറ്റ് ഓഫ് പ്ലാറ്റ്ഫോം, അതാണ് ഈ ഡോക്കർ. ഒരു ഐസൊലേഷൻ ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ പാക്കേജ്, അതിനെ പറയുന്ന ഒരു പാക്കേജിൻ്റെ പേരാണ് കണ്ടെയ്നേഴ്സ്. ഈ ഒരു കണ്ടെയ്നറിൻ്റെ ഉള്ളിലായിരിക്കും ഒരു സെറ്റ് ഓഫ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ പാക്കേജ് അടങ്ങിയിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കണ്ടെയ്നർ ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ട്, അപ്പോൾ ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു കണ്ടെയ്നർ, അല്ലെങ്കിൽ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കണ്ടെയ്നർ, അല്ലെങ്കിൽ PostgreSQL ഇൻസ്റ്റാൾ ചെയ്തിട്ട് വെച്ചിട്ടൊരു കണ്ടെയ്നർ, അല്ലെങ്കിൽ MySQL സെപ്പറേറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വെച്ചിട്ടുള്ളൊരു കണ്ടെയ്നർ. അങ്ങനെ ഓരോ സോഫ്റ്റ്വെയറും സെപ്പറേറ്റായി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഐസൊലേറ്റഡ് ഏരിയ, ആ ഒരു സോഫ്റ്റ്വെയർ മാത്രം ആ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. മനസ്സിലായോ? ആ ഒരു കണ്ടെയ്നറിനുള്ളിൽ ആ ഒരു ആപ്ലിക്കേഷൻ മാത്രമായിരിക്കും ഉണ്ടാവുക. അതാണ് ഇവിടുത്തെ മെയിൻ ഉദ്ദേശം. വേറൊരു കണ്ടെയ്നർ, ഫോർ എക്സാമ്പിൾ നമ്മൾ ജാങ്കോ റൺ ചെയ്യുന്നത് ഒരു ഉബുണ്ടു കണ്ടെയ്നറിലാണെന്ന് വിചാരിക്കുക. ആ ഒരു കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ PostgreSQL ഡാറ്റാബേസ് ഉണ്ടാകണം എന്നില്ല. അപ്പോൾ നമുക്ക് വേറെ സെപ്പറേറ്റ് കണ്ടെയ്നർ, അപ്പോൾ മൾട്ടിപ്പിൾ കണ്ടെയ്നറൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഈ ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഡോക്കറിനെ കുറിച്ച് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൽ പറയുന്നത് സർവീസ് ആസ് ബോത്ത് ഫ്രീ ആൻഡ് പ്രീമിയം ടയേഴ്സ്. അത് ഫ്രീ ആയിട്ടും ചെയ്യാം, പ്രീമിയം ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഫ്രീ ആണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. So don't worry, പൈസ ഒന്നും കൊടുക്കണ്ട. The software that hosts the container is called Dockerized. ഇത്രയേ ഉള്ളൂ. 2013 ഇത് തുടങ്ങിയത്. ഇനി ഡോക്കറിൻ്റെ സൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ദ മോസ്റ്റ് ലവ്ഡ് ടൂൾ ഇൻ സ്റ്റാക്ക് ഓവർഫ്ലോസ് 2022 ഡെവലപ്പർ സർവേ. അതായത് ഡെവലപ്പേഴ്സ് പുതിയതായിട്ട് 2022 യൂസ് ചെയ്തിട്ടുള്ള ടൂളാണ് ഡോക്കർ എന്നാണ് അവർ അതിനെ പറയുന്നത്. അപ്പോൾ ഡെവലപ്പ് ഫാസ്റ്റർ, റൺ എനിവെയർ. ഇതാണ് ഡോക്കർ ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാനമായിട്ടുള്ള മെയിൻ അഡ്വാൻറ്റേജ്. ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ആൻഡ് റൺ എനിവെയർ. നമ്മുടെ സിസ്റ്റത്തിൽ ഇത് റൺ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏതൊരു സെർവറിൽ കൊണ്ടുപോയി റൺ ചെയ്താലും ഒരു ഡിപ്പെൻഡൻസി ഇതിൽ വരുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് പിപ്പിൻ്റെ വേർഷൻ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ വേറൊരു സിസ്റ്റത്തിൽ കൊണ്ടുപോയിട്ട് നമ്മൾ വേറൊരു പിപ്പ് വേർഷനിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്, പിപ്പ് 2 പിപ്പ് 3 വേറെ ഏതെങ്കിലുമൊക്കെ വേർഷനിലായിരിക്കും നമ്മൾ റൺ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് വർക്കാവില്ല. അല്ലെങ്കിൽ വെച്ച് എൻവയോൺമെൻറ്റിൻ്റെ പാക്കേജിൽ എന്തെങ്കിലും വേർഷൻ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ വർക്കാവും. PostgreSQLൻ്റെ വേർഷൻ എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ആ ഒരു സെർവറിൽ അത് വർക്കാവില്ല. സോ ആ ഒരു സെർവറിൽ പ്രത്യേകമായിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്ത് മാറ്റേണ്ടി വരും. നേരെ മറിച്ച് നമ്മൾ ഡോക്കർ ഉപയോഗിച്ച് നമ്മുടെ സിസ്റ്റത്തിൽ ഇത് വർക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഡോക്കർ അവിടെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അവിടെയും വർക്കാവും. അതാണ് മെയിൻ ഉദ്ദേശം. 18 മില്യണിലധികം ഡെവലപ്പേഴ്സ് ഡോക്കർ യൂസ് ചെയ്യുന്നുണ്ട്. 7 മില്യണിലധികം ആപ്ലിക്കേഷൻസ്, 13 ബില്യണിലധികം മന്ത്ലി ഇമേജ് ഡൗൺലോഡ്. ഇമേജ് എന്ന് ഉദ്ദേശിച്ച് ഓരോ ഡോക്കർ ഇമേജസ് ആണ് കേട്ടോ. ഡോക്കർ മേക്സ് ഡെവലപ്മെൻറ്റ് എഫിഷ്യൻറ്റ് ആൻഡ് പ്രെഡിക്റ്റബിൾ. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ന്യൂ ടു കണ്ടെയ്നർ ടുഡേ ഓൾ മേജർ ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ആൻഡ് ലീഡിംഗ് ഓപ്പൺ സോഴ്സ് സെർവർലെസ് ഫ്രെയിംവർക്ക് യൂസ്
അവർ പ്ലാറ്റ്ഫോം. അപ്പോൾ ഡോക്കറിന് കുറച്ച് ഇമേജസ് ഉണ്ട്, എൻജിനെക്സ്, മോംഗോഡിബി, ഇങ്ങനെയൊക്കെ റെഡിസ്, ഇങ്ങനെ കുറച്ച് ഇമേജസ് ഒക്കെ നമുക്ക് ഡോക്കറിൽ ഉപയോഗിക്കാം. അപ്പം ഇങ്ങനെ പ്രധാനമായിട്ട് ഉള്ള കമ്പനീസൊക്കെ ഡോക്കർ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെറ്റ്ഫ്ലിക്സ്, അഡോബ്, AT&T, പേപ്പാൽ, ഇങ്ങനെ വെരിസോൺ, ഇങ്ങനെ പറഞ്ഞിട്ട് സ്ട്രൈപ്പ്, കുറേ കമ്പനികൾസ് ഡോക്കർ ഉപയോഗിക്കുന്നുണ്ട്. സോ വി ആർ ഗോയിങ് ടു ഇൻസ്റ്റാൾ ജാങ്കോ യൂസിങ് ഡോക്കർ. പിന്നെ ഡോക്കർ ഡിപ്ലോയ് ചെയ്യാൻ സിമ്പിളാണ്. AWS ആയാലും മൈക്രോസോഫ്റ്റ് അഷ്യൂർ ആയാലും ഡോക്കർ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ ആ ഒരു സെർവറിൽ കൊണ്ടുപോയി റൺ ചെയ്യണം. ഇത്രയും പ്രോസസ്സ് നമ്മൾ വീണ്ടും ആ ഒരു പുതിയ സെർവറിലോട്ട് മാറ്റുന്ന സമയത്ത് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഡോക്കർ ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് നടക്കും. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വറിയിടാവേണ്ട ഒരു കാര്യമില്ല ഡോക്കർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇതാണ് അവരുടെ ഡോക്കറിൻ്റെ സൈറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് നോക്കാം. ഇതിൽ തന്നെ ഇൻസ്റ്റാളേഷൻ എങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഡൗൺലോഡ് ഡോക്കർ ഡെസ്ക്ടോപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിനക്സിൽ എങ്ങനെ ഇൻസ്റ്റാൾ ആക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നോട്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. സിസ്റ്റം റിക്വയർമെൻറ്റ്സ് പറയുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് 4 GB ഓഫ് റാം. 4 GB റാം എന്തായാലും വേണം ഡോക്കർ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹാങ് ആവും. സോ 4 GB താഴെയാണ് നിങ്ങളുടെ സിസ്റ്റം എങ്കിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. അതാണ് ആ ഒരു സമയത്ത് നല്ലൊരു വഴി എന്ന് തോന്നുന്നു. 4 GB അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഡോക്കർ റൺ ചെയ്യുള്ളൂ. അത് അല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും ഡെവലപ്പ് ചെയ്യാം. പിന്നെ 64 ബിറ്റ് CPU സപ്പോർട്ട് വേണം, വിർച്വലൈസേഷൻ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഡോക്കർ ഉബുണ്ടു, ഡെബിയൻ, ഫെഡോറ എല്ലാത്തിനും സപ്പോർട്ടാണ്. പിന്നെ എങ്ങനെ ഉബുണ്ടുവിൽ ഡോക്കർ ഇൻസ്റ്റാൾ ചെയ്യും എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ജസ്റ്റ് sudo apt ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓരോ സിസ്റ്റത്തിലും ഡോക്കർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ള ഈ ഒരു ഡോക്യുമെൻ്റ് സൈറ്റിൽ തന്നെയുണ്ട്. docs.docker.com സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. മാക്കിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് കാണിക്കുന്ന ഒരു പേജ് ഉണ്ട്. ഹൗ ടു ഇൻസ്റ്റാൾ ഓൺ വിൻഡോസിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം. വിൻഡോസിൽ ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി. WSL2 ബാക്കെൻഡിൽ എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. വിൻഡോസിൽ മാത്രം ഡോക്കറിന് ചെറിയ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. വിൻഡോസ് സബ് സിസ്റ്റം ഫോർ ലിനക്സ്, അതായത് ലിനക്സിനാണ് ഈ ഒരു ഡോക്കറിന് പ്രധാനമായിട്ട് സപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഡെവലപ്പേഴ്സ്, ഹാക്കേഴ്സ് ഇവരൊക്കെ ഈ ലിനക്സ് സിസ്റ്റമാണ് പ്രിഫർ ചെയ്യുന്നത്. ഉബുണ്ടു അല്ലെങ്കിൽ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് കാലി ലിനക്സ് ആണ്. ഉബുണ്ടു ആയാലും കാലി ലിനക്സ് ആയാലും അച്ഛൻ ഡെബിയൻ ആണ്. ഡെബിയൻ ബേസ്ഡ് ആണ് ഈ രണ്ടും വരുന്നത്. ഉബുണ്ടുവിൽ ചെയ്യുന്ന അതേ രീതിക്കായിരിക്കും ഞാനും ചെയ്യുന്നത്. സോ ഒരേപോലെ ആയിരിക്കും ഞാൻ ഉബുണ്ടു ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന രീതിയും സെയിം ആയിരിക്കും. വിൻഡോസ് ആണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ യാത്ര ചെയ്താൽ മതി. ഇനി വിൻഡോസിലാണ് നമ്മൾ ഡോക്കർ റൺ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങൾ വരും. WSLൻ്റെ കാര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അവർ വ്യക്തമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രം അത് നോക്കുക. ഇവിടെ ഡോക്കർ ഡെസ്ക്ടോപ്പ് വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതി പറയുന്നുണ്ട്. അത് വായിച്ച് നോക്കുക. അത് എന്തെങ്കിലും WSൻ്റെ കാര്യത്തിൽ ഇഷ്യൂ വരുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് നോക്കിയിട്ട് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ ഡോക്കറിൻ്റെ ബേസിക് കാര്യങ്ങൾ. അപ്പോൾ ഇൻസ്റ്റാളേഷനൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ്. ഒരാളുടെ കണ്ട് ചെയ്യുന്നതിനേക്കാളും ബെസ്റ്റ് നിങ്ങൾ ഡോക്യുമെൻറ്റേഷൻ നോക്കി ചെയ്യുന്നതാണ്. ഒറ്റയ്ക്ക് ചെയ്യുക. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിച്ചാൽ ഞാനത് എത്രയും പെട്ടെന്ന് സോൾവ് ആക്കാൻ ശ്രമിക്കുന്നതാണ്. ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ വിൻഡോസിൽ ഡെവലപ്പ് ചെയ്യാതെ ഉബുണ്ടു സെപ്പറേറ്റ് ഒരു ഡുവൽ ബൂട്ട് സെറ്റ് ചെയ്ത് വെക്കുക സിസ്റ്റത്തിൽ. അതായത് വിൻഡോസ് അവിടെ ഓൾറെഡി നിന്നോട്ടെ, പക്ഷെ അതിൽ ഡെവലപ്പ് ചെയ്യേണ്ട. പകരം ഒരു ഉബുണ്ടു അല്ലെങ്കിൽ ആ ഒരു ഡെബിയൻ ഏതെങ്കിലും ഒരു ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഡുവൽ ബൂട്ട് വെച്ച് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൽ ഡെവലപ്പ് ചെയ്ത് തുടങ്ങുക. അതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ 2 OS നിന്നോട്ടെ. നിങ്ങൾക്ക് ആ വിൻഡോസിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് വിൻഡോസ് എടുക്കുക. നേരെ മറിച്ച് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഉബുണ്ടു അല്ലെങ്കിൽ ഇതേപോലത്തെ ലിനക്സ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ ഡെവലപ്പ് ചെയ്യുക. അതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്ന വഴി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്പേഴ്സ് സജസ്റ്റ് ചെയ്യുന്നത് ലിനക്സ് സിസ്റ്റമാണ്. അതങ്ങനെയാണ്. അത് അത്രക്കും ഫ്രണ്ട്ലിയാണ്. ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ലിനക്സാണ് ഏറ്റവും നല്ലൊരു എളുപ്പം. വിൻഡോസിനേക്കാളും വിൻഡോസ് കുറച്ച് എന്താ പറയുക, വളഞ്ഞു തിരിഞ്ഞ് മൂക്കുടിക്കുന്ന കുറച്ച് പരിപാടി വിൻഡോസിലുണ്ട്. ലിനക്സാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഉബുണ്ടു ആണ് കോമൺ ആയിട്ട് എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു OS. സോ ഡെബിയൻ ആണ് അച്ഛൻ എപ്പോഴും ഡെബിയൻ ആണ്. ഞാൻ ഉബുണ്ടു ആണ് നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത്. ഡുവൽ OS ബൂട്ട് ചെയ്യാത്തവരാണെങ്കിൽ ഉബുണ്ടു കൂടെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ ഡെവലപ്പ് ചെയ്യുന്നതാണ് ബെറ്റർ. ഉബുണ്ടുവിൽ എങ്ങനെ ഡോക്കർ ഇൻസ്റ്റാൾ ചെയ്യുന്ന എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ഡോക്യുമെൻറ്റേഷനും ഇവിടെ കാണാം. APT അപ്ഡേറ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. റെപ്പോസിറ്ററി ആഡ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇത് 4 ആഡ് ചെയ്തിട്ട് ചുമ്മാ ഒന്ന് ഇൻസ്റ്റാൾ ഡോക്കർ C എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഡോക്കർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജാങ്കോ സെറ്റ് ചെയ്യാം. പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഉബുണ്ടു ആണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്നാപ്പിൽ കൂടെ ഡോക്കർ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഓരോ ഓപ്ഷൻ ഉണ്ട്. APT പോലെ തന്നെയാണ് സ്നാപ്പ് പറഞ്ഞാൽ ലിനക്സ് അല്ലെങ്കിൽ ഉബുണ്ടുവിലേക്കൊക്കെ പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. സ്നാപ്പ് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഡോക്കർ ഇൻസ്റ്റാൾ ചെയ്യാം. ഇവിടെ പറയുന്നുണ്ട് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നൊക്കെ. ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ sudo സ്നാപ്പ് ഇൻസ്റ്റാൾ ഡോക്കർ, ഈ ഒരു കമാൻഡ് ടെർമിനലിൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് സ്നാപ്പ് ഇൻസ്റ്റാൾ ആവും. ഇതാണ് ഏറ്റവും ഈസിയസ്റ്റ് വേ ടു ഇൻസ്റ്റാൾ ഡോക്കർ ഇൻ
ഉബുണ്ടു സിസ്റ്റം അല്ലെങ്കിൽ സ്നാപ്പ് ഏതെങ്കിലും ലിനക്സിൽ വേറെ ഏതെങ്കിലും ഉബുണ്ടു അല്ലാത്ത ഉബുണ്ടുവിൽ ഓൾറെഡി സ്നാപ്പ് സെറ്റാണ്. അപ്പോൾ സോ ഡയറക്റ്റ് നിങ്ങൾക്ക് ഈ ഒരു സ്യൂഡോ സ്നാപ്പ് ഇൻസ്റ്റാൾ ഡോക്കർ അടിച്ച് കഴിഞ്ഞാൽ ഡോക്കർ ഫുള്ളി ഇൻസ്റ്റാൾ ആവും. വേറെ ഒന്നും നോക്കേണ്ടതില്ല, സിമ്പിളായിട്ട് ചെയ്യാം. വേറെ ഏതെങ്കിലും ലിനക്സ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൽ സ്നാപ്പ് ഓൾറെഡി ഇല്ല എന്നുണ്ടെങ്കിൽ സ്നാപ്പ് സെറ്റ് ചെയ്യേണ്ടി വരും. അത് വലിയ പണിയുള്ള കാര്യമൊന്നുമില്ല. APT വെച്ച് സ്നാപ്പ് സെറ്റ് ചെയ്യാൻ സിമ്പിളാണ്. അതും വിഷയമുള്ള കാര്യമൊന്നുമില്ല. അത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് കിട്ടും. ഞാനിവിടെ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ള വഴി മാത്രമാണ് പറഞ്ഞു തരുന്നത്. ഞാൻ ഫുള്ളി ചെയ്ത് കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടട്ടെ എന്ന് വിചാരിച്ചു നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള നോളജ് നിങ്ങൾക്ക് കിട്ടും. എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ആഡ് ചെയ്തോളാം. എൻ്റെ മാക്സിമം ഞാനത് ശ്രദ്ധിക്കുന്നതാണ്. ഇനി വിൻഡോസ് ആണെങ്കിലും അത്ര വലിയ പണിയൊന്നുമില്ല. ഈ ഒരു വിൻഡോസിൻ്റെ ഡോക്യുമെൻറ്റേഷൻ എടുക്കുക, സിമ്പിളായിട്ട് ഈ സാധനം ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിൽ അപ്പോൾ നോക്കാം. ഒരു നീല ഒരു കപ്പലിൻ്റെ ഐക്കണുള്ള ഒരു ആപ്ലിക്കേഷൻ വിൻഡോസിൽ ഇൻസ്റ്റാൾ ആവും. അത് ഡോക്കറിൻ്റെ എല്ലാ സാധനങ്ങളും മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. വിൻഡോസിലും അത്ര റിസ്ക് ഉള്ള ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു നീല ഒരു ഡോക്കർ അല്ലെങ്കിൽ ഡോക്കറിൻ്റെ ഐക്കൺ, നീല ഡോക്കറിൻ്റെ ഐക്കൺ ഉണ്ടല്ലോ, ഈ ഒരു ഐക്കൺ കപ്പലിൻ്റെ ചിഹ്നമുള്ള ഈ ഒരു സംഭവം ഈ ഒരു ഐക്കണിലൊരു ആപ്ലിക്കേഷൻ വിൻഡോസ് സിസ്റ്റത്തിലും ഇൻസ്റ്റാൾ ആവും. അത് ഓപ്പൺ ആക്കിയിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുക. അതെന്തായാലും ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്ത് വെച്ചാൽ മാത്രമേ ഡോക്കറിൻ്റെ കാര്യങ്ങളൊക്കെ വിൻഡോസിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സിസ്റ്റം ഏതാണോ അതിൽ ഡോക്കർ ഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ട് നമുക്ക് ജാങ്കോ സെറ്റ് ചെയ്ത് നോക്കാം. ഇനി ഡോക്കർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, ജാങ്കോ സെറ്റാക്കാൻ എന്ത് ചെയ്യണം, അതൊരു പോയിൻ്റാണ്. അപ്പോൾ ഈ ഡോക്കർ ഇൻസ്റ്റാൾ ചെയ്തു, അത് ഓക്കെ ആയി എന്ന് നിങ്ങൾക്ക് ഉറപ്പാവുന്ന സമയത്ത് ഡോക്കർ കമ്പോസ് ഒക്കെ ഓൾറെഡി സെറ്റാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് എങ്ങനെ ജാങ്കോ ചെയ്യണം, ഡോക്കർ ഉപയോഗിച്ചിട്ട് ജാങ്കോ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഡോക്കർ മാത്രമല്ല, ഡോക്കർ കമ്പോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്കറിൽ തന്നെ ഉള്ളൊരു എന്താ പറയുക ഒരു സെറ്റപ്പാണ്, ഒരു ഹെവി സെറ്റപ്പാണ്. അങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഡോക്കർ കമ്പോസ് ഒരു ഫയൽ ഉണ്ടാക്കിയിട്ട് ഡോക്കർ കമ്പോസ് .yml എന്ന് പറഞ്ഞിട്ട് ഒരു ഫയലുണ്ട്. ആ ഒരു ഫയൽ വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആ മൾട്ടിപ്പിൾ കണ്ടെയ്നേഴ്സ് ഒരു ഫയലിലായിരിക്കും നമ്മൾ എഴുതി വെക്കുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടെയ്നേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാങ്കോ റൺ ചെയ്യാൻ ഒരു കണ്ടെയ്നർ ആവശ്യമായിട്ട് വരും. PostgreSQL അല്ല ഡാറ്റാബേസിന് വേണ്ടി ഒരു കണ്ടെയ്നർ ആവശ്യമായിട്ട് വരും. പിന്നെ ഡാറ്റാബേസ് മാനേജ് ചെയ്യാൻ ഒരു അഡ്മിൻ്റെ പോലത്തെ ഒരു ആപ്ലിക്കേഷൻ, അതിനൊരു കണ്ടെയ്നർ ആവശ്യമായിട്ട് വരും. പിന്നെ വേറെ ഏതെങ്കിലും സർവീസ് നമ്മൾ സെപ്പറേറ്റ്, ഫോർ എക്സാമ്പിൾ സാലറി ഷെഡ്യൂളർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സാലറിക്ക് വേറെ ഒരു കണ്ടെയ്നർ ചെയ്യേണ്ടി വരും. റെഡീസ് ക്യാഷിങ്ങിനായിട്ട് റെഡീസ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേറെ സർവീസ് ചെയ്യേണ്ടി വരും. അതൊക്കെ പിന്നൊക്കെ വരും. അത് നേരെ ഇപ്പോൾ നമ്മൾ ഒരു ജാങ്കോ അല്ലെങ്കിൽ ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക് മാത്രം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സെറ്റപ്പിലോട്ട് വരാം. അപ്പോൾ ജാങ്കോ പ്ലസ് DB പ്ലസ് ഒരു അഡ്മിനർ പോലത്തെ ഒരു DB മാനേജ് ചെയ്യാൻ, ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ അത്യാവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ നമ്മൾ ആ ഒരു ഡോക്കർ കമ്പോസ് ഫയലിൽ എഴുതി വെക്കും. ഹൗ ടു സെറ്റപ്പ് ദാറ്റ്. വി ആർ ഗോയിങ് ടു സെറ്റപ്പ് ദ ഡോക്കർ കമ്പോസ് ഫയൽ ആൻഡ് ഡോക്കർ ടു ഇൻസ്റ്റാൾ ജാങ്കോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്ലോഗ് ഡോക്കർ എങ്ങനെ സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലോഗ് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഈ ഒരു ബ്ലോഗ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ഡോക്കർ സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഡോക്കറൈസ്ഡ് ജാങ്കോ എന്ന് പറഞ്ഞിട്ട് ജിറ്റബിലൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അത് യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ട് നമുക്ക് ജാങ്കോ സെറ്റ് ചെയ്യാം. അതിൽ തന്നെ ജാങ്കോ 3.2 LTS അത് സെറ്റ് ചെയ്ത് വെച്ച് PostgreSQL ഉണ്ട്, അഡ്മിനറും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻജിനെക്സ് പ്രൊഡക്ഷൻ ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക് എൻജിനെക്സിലായിരിക്കും അത് റൺ ചെയ്യുക. അല്ലാത്ത സമയത്ത് ജാങ്കോൻ്റെ തന്നെ എന്താ പറയുക റൺ സെർവർ വെച്ചിട്ടുള്ള ആ ഒരു സെർവറായിരിക്കും റൺ ചെയ്യുക. പ്രൊഡക്ഷൻ അല്ലാത്ത സമയത്ത് ഡെവലപ്പിംഗ് മോഡിലാണെന്നുണ്ടെങ്കിൽ ജാങ്കോൻ്റെ റൺ സെർവർ വെച്ചിട്ടായിരിക്കും റൺ ചെയ്യുക. അല്ലാത്ത സമയത്ത് എൻജിനെക്സ് വെച്ചിട്ടായിരിക്കും ആ ഒരു ഡോക്കർ. ഇത്രയും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതൊന്നും നമ്മൾ സെപ്പറേറ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു കാര്യമില്ല. സോ ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താ പറയുക, ഇവിടെ പറഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ഇതൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ സിമ്പിളായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ ഡോക്കറൈസ്ഡ് ജാങ്കോ എന്നുള്ള ആ ഒരു എന്തിനാണ് ഈ ഡോക്കറൈസ്ഡ് ജാങ്കോ അത് ചെയ്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡോക്കറൈസ്ഡ് ആണ്. ഒന്നാമത്തെ കാര്യം അത് ഡോക്കറും ഡോക്കർ കമ്പോസും പ്രീ കോൺഫിഗർഡ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എൻവിറോൺമെൻറ്റ് വേരിയബിൾസ് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വേരിയബിൾസൊക്കെ സെറ്റ് ചെയ്ത് ഓൾറെഡി ഈ ഒരു env ഫയൽ നമ്മളതിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. സോ അതിലേക്ക് നമുക്ക് പോകാം. പിന്നെ സെറ്റിങ്സ് മൊഡ്യൂൾ, അതിൽ തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ സെറ്റിങ്സ് മൊഡ്യൂളൊക്കെ കുറച്ച് സെപ്പറേറ്റ് ആക്കി ഡെവലപ്മെൻറ്റും പ്രൊഡക്ഷനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ സെറ്റിങ്സിൽ കുറച്ച് വേരിയബിൾസ് ഒക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ജാങ്കോൻ്റെ ഒക്കെ ലോഗിങ് ഓൾറെഡി സെറ്റാക്കി വെച്ചു. ഇതൊക്കെ ഓൾറെഡി ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ചെയ്യേണ്ട ഒരു കാര്യമില്ല. അതിനാണ് ഈ ഡോക്കറൈസ്ഡ് ജാങ്കോ നമ്മൾ സെറ്റ് ചെയ്തത്. എക്സെപ്ഷണൽ ലോഗിങ് പ്രൊഡക്ഷനായിട്ട് പിന്നെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഒരു
ഒരു വേരിയബിൾ മാറ്റുന്നതോടുകൂടെ പ്രൊഡക്ഷൻ റെഡി ആയിട്ട് മാറുകയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. സോ ഒരു ചേഞ്ചും വരുത്തേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒരു വേരിയബിൾ മാത്രം മാറ്റി കഴിഞ്ഞാൽ അത് പ്രൊഡക്ഷൻ റെഡി ആയി. പ്രൊഡക്ഷൻ റെഡി ആവുന്ന സമയത്ത് എൻജിനെക്സ് ആവും അതിൻ്റെ വെബ് സെർവർ. അത് നമ്മൾ സെർവറിലോട്ട് ഇടുന്ന സമയത്ത് ആ ഒരു ഇ എൻ വി ഫയൽ നമ്മൾ പറഞ്ഞല്ലോ, ആ ഒരു ഇ എൻ വി ഫയൽ ജസ്റ്റ് ആ ഒരു വേരിയബിൾ മാറ്റി കഴിഞ്ഞാൽ അത് പ്രൊഡക്ഷനായി. പ്രൊഡക്ഷൻ്റെ കാര്യങ്ങൾ, അതായത് പ്രൊഡക്ഷൻ എന്തൊക്കെ വേരിയബിൾസാണ് മാറ്റേണ്ടത് അതൊക്കെ മാറിയിട്ട് ആ ഒരു പ്രൊഡക്ഷനിലോട്ട് എൻവയോൺമെൻറ്റ് മാറുന്നതാണ്. പുതിയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യും എന്നുള്ള ഒരു സ്റ്റെപ്പാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ജിറ്റ് ക്ലോൺ, അതായത് ഈ ഒരു റെപ്പോസിറ്ററി ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ജിറ്റിൽ ഈ ഒരു ഡോക്കറൈസ്ഡ് ജാങ്കോൻ്റെ റെപ്പോസിറ്ററി കാണാൻ പറ്റും, ഏതൊക്കെ വേരിയബിൾസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. ജസ്റ്റ് ഈ ഒരു ഡോക്കർ ഇതെന്താണെന്ന് ഈ ഒരു ഓവർവ്യൂ മാത്രമാണ് ഞാൻ ഇപ്പോൾ തരുന്നത്. ഇതിൽ കുറച്ച് ഡോക്കറിൻ്റെ കമൻസ് ഉണ്ട്. ഈ ഒരു സാധനം പുൾ ചെയ്ത് കഴിഞ്ഞാൽ ജാങ്കോ എന്നുള്ള ഈ ഒരു ഫോൾഡർ വരും. ഈ ജാങ്കോ എന്നുള്ളതിൻ്റെ അണ്ടറിലായിരിക്കും നമ്മൾ ജാങ്കോൻ്റെ കോഡ്സൊക്കെ വരിക. സോ ഓൾറെഡി കുറച്ച് കോഡ് എഴുതി വെച്ചിട്ടുണ്ട്, പ്രൊജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ പ്രൊജക്റ്റ് ഓൾറെഡി ക്രിയേറ്റഡ് ആണ്. സോ ഇവിടെ നമ്മൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള കോഡ് ഒന്നും കാര്യങ്ങളൊന്നും വീണ്ടും നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ഓൾറെഡി ഇത് ചെയ്ത് വെച്ചതുകൊണ്ട് ഈ ഒരു സംഭവം ഒന്നും ചെയ്യേണ്ട. അതാണ്, അപ്പോൾ സമയം വളരെ ലാഭിക്കാൻ പറ്റും. ഓൾറെഡി ഒരു പ്രൊജക്റ്റ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് റിക്വയർമെൻറ്റ് TXT ഇതൊക്കെ ലോഗ്സ് കാര്യങ്ങളൊക്കെ ഈ ഫോൾഡറിൽ വരും. ലോഗ്സ് ആണ് എറർ അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ലോഗായിട്ട് ഇങ്ങനെ ഈ ഫയലിൽ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ ENVക്കകത്ത് ENV എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ്ഗ്രസ്, അതായത് ഡാറ്റാബേസിൻ്റെ കാര്യങ്ങൾ, DBൻ്റെ പേരെന്ത് വേണം, യൂസർ എന്ത് വേണം, പാസ്വേഡ് എന്ത് വേണം, എങ്ങനെ കൊടുത്തിട്ട് ഒരു പോസ്റ്റ്ഗ്രസ് ENV എന്ന് പറഞ്ഞിട്ട് ഒരു ENV ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ടായിരിക്കും ഡാറ്റാബേസിൻ്റെ ക്രെഡൻഷ്യൽ വരിക. സോ ദിസ് ഈസ് കോൺഫിഡൻഷ്യൽ. ENVക്കകത്തുള്ള ഈ ENV ജാങ്കോൻ്റെ എൻവയോൺമെൻറ്റ് വേരിയബിളാണ്. ദിസ് ഈസ് ഓൾസോ കോൺഫിഡൻഷ്യൽ. ഇതെന്തായാലും ജിറ്റിലോട്ട് നിങ്ങൾ ജിറ്റിലോട്ട് ആഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ജിറ്റ് റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്ത് നമ്മൾ കോഡ് ആഡ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ജിറ്റ് ഇഗ്നോറിൽ ഈ ഒരു ENV ഫോൾഡർ എഴുതി വെക്കണം. കാരണം പുഷ് ചെയ്യുന്ന സമയത്ത് ഇത് റെപ്പോസിറ്ററിലോട്ട് വരാൻ പാടില്ല. ദിസ് ഈസ് മച്ച് കോൺഫിഡൻഷ്യൽ. സോ നമ്മൾ പാസ്വേഡ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പാസ്വേഡ് പോലത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ ENVയിൽ ആഡ് ചെയ്ത് വെക്കും. പോസ്റ്റ്ഗ്രസിലായാലും ഡാറ്റാബേസിൻ്റെ പാസ്വേഡൊക്കെ നമ്മൾ ആഡ് ചെയ്ത് വെക്കുന്നുണ്ടല്ലോ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ഡോക്കർ കമ്പോസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ സെപ്പറേറ്റ് കണ്ടെയ്നേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, DBക്ക് എന്ത് ഉപയോഗിക്കണം, അഡ്മിനറിൻ്റെ ഇമേജ്, ജാങ്കോ, ഇത്രയും കാര്യങ്ങൾ, ഈ ഒരു 3 സാധനങ്ങളാണ്, ഈ 3 കണ്ടെയ്നേഴ്സാണ് ഈ ഡോക്കർ കമ്പോസ് ഫയലിൽ എഴുതി വെച്ചിട്ടുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. ദെൻ വോളിയൂംസ് ആയിട്ട് വോളിയൂം നെറ്റ്വർക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് ഡോക്കറിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് ഡോക്കറിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ എന്തായാലും പറയുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് ഇതൊന്ന് ക്ലോൺ ചെയ്ത് നോക്കാം. ഇതെങ്ങനെ ക്ലോൺ ചെയ്യും എന്ന് ആദ്യം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഈ കോഡ്, ഈ പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു URL ആണ്, ഈ സംഭവം കോപ്പി ചെയ്യാം. അപ്പോൾ കോപ്പിയിട്ട് വരും. ജസ്റ്റ് ഉബുണ്ടു ആയാലും വിൻഡോസ് ആയാലും ഏതിലായാലും ജിറ്റ് നമ്മൾ ഇൻസ്റ്റാൾഡ് ആയിരിക്കണം. ഈ ഫയൽ നമുക്ക് വേണ്ട. അപ്പോൾ നേരത്തെ വിർച്വൽ എൻവയോൺമെൻറ്റ് കാണിക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വിർച്വൽ എൻവയോൺമെൻറ്റ് ഫോൾഡറാണിത്. അപ്പോൾ അത് നമുക്ക് വേണ്ട. ഈ സമയത്ത് നമ്മൾ ഡോക്കർ ഉപയോഗിച്ചാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് വേണ്ട. നമ്മൾ ഇവിടെ ഓപ്പൺ ടെർമിനൽ കൊടുക്കുന്നു. അപ്പോൾ ജിറ്റ് ഓൾറെഡി നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടാവണം. മീൻസ് ജിറ്റ് പാക്കേജ് APT-get ഇൻസ്റ്റാൾ ജിറ്റ് കൊടുത്തിട്ട് ഇത് ഇൻസ്റ്റാൾ ആക്കണം. അല്ലെങ്കിൽ ഇൻസ്റ്റാൾഡ് അല്ല എന്നുണ്ടെങ്കിൽ നേരെ മറിച്ച് വിൻഡോസിലാവുമ്പോൾ ജിറ്റിനായിട്ടുള്ള വിൻഡോസിൽ ഓൾറെഡി കാര്യങ്ങളുണ്ട്. ഇൻസ്റ്റാൾ ജിറ്റ് ഓൺ വിൻഡോസ് കൊടുക്കുക. വിൻഡോസ് കൊടുത്തു കഴിഞ്ഞാൽ ജിറ്റിൻ്റെ ഒരു പാക്കേജ് അതിൻ്റെ ഒരു കറക്റ്റ് ആപ്ലിക്കേഷൻ അത് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജിറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് ചെയ്തതിന് ശേഷം ഈ ഒരു കോഡ് ഇവിടുന്ന് ഈ ഒരു കോഡിൽ ക്ലിക്ക് ചെയ്തിട്ട് HTTP ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ജാങ്കോ എന്ന ഫോൾഡർ ഉണ്ടല്ലോ, ഓപ്പൺ ടെർമിനൽ ഹിയർ, അല്ലെങ്കിൽ ആ ഒരു ഫോൾഡറിലോട്ട് വന്നിട്ട് ജിറ്റ് ക്ലോൺ നമ്മളെ കോപ്പി ചെയ്ത URL ഇവിടെ പേസ്റ്റ് ചെയ്യുക. ജിറ്റ് സ്പേസ് ക്ലോൺ നമ്മുടെ ആ ഒരു എന്താ പറയുക ആ റെപ്പോസിറ്ററിൻ്റെ URL കോപ്പി ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ എൻ്റർ അടിച്ച സമയത്ത് ക്ലോണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും. പിന്നെ ഇവിടെ LS അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഡോക്കറൈസ്ഡ് ജാങ്കോ എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഫോൾഡറിൽ പോയിട്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഡോക്കറൈസ്ഡ് ജാങ്കോ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കണ്ട ഫയലൊക്കെ വന്നിട്ടുണ്ടാവും. ഈ ഒരു ജാങ്കോ ENV എൻജിനെക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫോൾഡേഴ്സ് എല്ലാം വന്നിട്ടുണ്ടാവും. എങ്ങനെ ഇത് ഡോക്കർ വെച്ച് ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യണം അല്ലെങ്കിൽ ജാങ്കോ റൺ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. അടുത്ത എപ്പിസോഡിൽ തന്നെ ഡോക്കറിൻ്റെ കുറച്ച് കമൻസും കാര്യങ്ങളും ഈ ഒരു ഡോക്കറൈസ്ഡ് ജാങ്കോൻ്റെ പ്രത്യേകതകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ വെയിറ്റ് ഫോർ ദാറ്റ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നേരെ കമൻറ്റ് ബോക്സിൽ പറയാൻ മടിക്കരുത്. ഏവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിന് ഇവിടെ വിരാമം കുറിക്കുന്നു.